പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശന് ക്ലീൻ ചിറ്റ് നൽകിയത് പുതിയ രാഷ്ട്രീയ വിവാദത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടി വിജിലൻസ് അന്വേഷണം അവസാനിപ്പിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. എന്നാൽ നടപടി അസാധാരണമെന്നാരോപിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും രംഗത്തെത്തി. പുനർജനി പദ്ധതിയിൽ വി.ഡി. സതീശനെതിരെ തെളിവുകളില്ലെന്ന് വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം അവസാനിപ്പിച്ചതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. എറണാകുളം ആസ്ഥാനമായ മണപ്പാട് ഫൗണ്ടേഷൻ വഴിയാണ് വിദേശ സഹായം എത്തിയതെന്നും അതിൽ സതീശന്റെ നേരിട്ടുള്ള പങ്കാളിത്തം കണ്ടെത്താനായില്ലെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശന് ഒരു പങ്കുമുണ്ടെന്ന് തെളിയിക്കാൻ വിജിലൻസിന് സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ അഴിമതി നിരോധന നിയമത്തിലെ 7A വകുപ്പുകളിൽ പറയുന്ന കുറ്റങ്ങളൊന്നും ശ്രീ വി.ഡി. സതീശൻ ചെയ്തിട്ടില്ല എന്ന് അസന്നിഗ്ധമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ കേസിൽ വിജിലൻസ് ആംഗിൾ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ കേസിന്റെ തുടർ നടപടികൾ വേണ്ടെന്നും വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. UK ആസ്ഥാനമായ മിഡ്ലാൻഡ് ഇന്റർനാഷണൽ എയ്ഡ് ട്രസ്റ്റ് സമാഹരിച്ച 22,500 പൗണ്ട് മണപ്പാട് ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്കാണ് എത്തിയതെന്നും പണം വി.ഡി. സതീശന്റെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടില്ലെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. പ്രളയബാധിതർക്കായി വീടുകൾ നിർമ്മിക്കുന്നതിനാണ് തുക ഉപയോഗിച്ചതെന്നും അഴിമതി നിരോധന നിയമപ്രകാരം കേസ് നിലനിൽക്കില്ലെന്നുമാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. എന്നാൽ ക്ലീൻ ചിറ്റ് നൽകിയ ആഭ്യന്തരമന്ത്രിയുടെ നടപടി അസാധാരണമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ആരോപിച്ചു. MLA എന്ന നിലയിൽ വി.ഡി. സതീശൻ വിദേശയാത്രയ്ക്ക് ആവശ്യമായ അനുമതി വാങ്ങിയിട്ടില്ലെന്നും വിദേശത്ത് ഫണ്ട് അഭ്യർത്ഥിക്കാൻ നിയമം അനുവദിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സതീശൻ വിദേശത്ത് ധനസഹായം അഭ്യർത്ഥിക്കുന്ന വീഡിയോയും MV ഗോവിന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചു. ഒരു കാര്യം വളരെ വ്യക്തമാണ്. വിദേശത്ത് നിന്ന് ഫണ്ട് പിരിച്ചിട്ടുണ്ട്. ഫണ്ട് പിരിക്കുന്നതിന് അനുവാദം നേടിയിട്ടില്ല എന്നുള്ളത് ഏതാണ്ട് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഗൗരവമുള്ള പ്രശ്നം ആഭ്യന്തരമന്ത്രി തന്നെ വാർത്താ സമ്മേളനം നടത്തി ക്ലീൻ ചിറ്റ് നൽകുകയാണ്. ഇതൊരു അസാധാരണമായ സമീപനമാണ്. സ്വതന്ത്ര അന്വേഷണം അവസാനിപ്പിക്കുന്നതിൽ തിടുക്കം ഉണ്ടായി എന്നതാണ് രമേശ് ചെന്നിത്തലയുടെ വാർത്താ സമ്മേളനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരുടെയൊക്കെ സഹായമാണ് ലഭിച്ചത്, എത്ര തുകയാണ് ലഭിച്ചത് തുടങ്ങിയ കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം വേണമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ ആവശ്യപ്പെട്ടു. അതേസമയം പരാതി ഉയർന്നതിനെ തുടർന്ന് 2023 മുതൽ നടത്തിയ വിജിലൻസ് അന്വേഷണത്തിൽ വി.ഡി. സതീശനെതിരെ തെളിവുകളില്ലെന്ന നിഗമനത്തിലാണ് അന്വേഷണം അവസാനിപ്പിച്ചത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില അല്ലേ? അതെ. 22 വർഷത്തെ പാരമ്പര്യമുള്ള 50-ലേറെ ബ്രാഞ്ചുകളുള്ള നിങ്ങളുടെ സ്വന്തം അച്ചായൻസ് ഗോൾഡ്.